നമസ്കാരം, വീഗിരിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് വേനൽക്കാലത്ത് കുരുമുളകിൻ്റെ കൊടി എങ്ങനെ സംരക്ഷിച്ച് നിർത്താമെന്നുള്ളതൊന്ന് നോക്കാം. ഇതിൻ്റെ ഒരു 1.5-2 വർഷം പ്രായമായിട്ടുള്ള കുരുമുളക് തൈകളാണ്. ഇതൊക്കെ എനിക്ക് നല്ല രീതിയിൽ ഇപ്പോൾ കായ്ഫലം തരുന്നുണ്ട്. പന്നിയൂർ 1, അതുപോലെ പന്നിയൂർ 5, കരിമുണ്ട, ഇങ്ങനെയുള്ള പല വെറൈറ്റീസാണ് ഞാൻ വെച്ചിരിക്കുന്നത്. കൂടുതലായിട്ടൊന്നും ഞാൻ വെച്ചിട്ടില്ല. ഒരു 10-25 കൊടികൾ മാത്രമേ ഞാൻ വെച്ചിട്ടുള്ളൂ. അതെല്ലാം താങ്ങുകാല് പടർത്തി വിടുന്നതാണ് ചെയ്തിട്ടുള്ളത്. കൂടുതലും മഹാഗണിയിലാണ് ചെയ്തിരിക്കുന്നത്. ഒരു പരീക്ഷണം എന്നുള്ള നിലയിലാണ് മഹാഗണിയിൽ കയറ്റി വിട്ടിരിക്കുന്നത്. ഞാനും യൂട്യൂബിൽ വേറുള്ള വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴൊന്നും മഹാഗണിയിൽ അങ്ങനെ ഒരുപാട് ആൾക്കാരൊന്നും ചെയ്ത് കണ്ടിട്ടില്ല. കാരണം അത് പിടിച്ചു കയറാൻ പാടായിരിക്കാം, അല്ലെങ്കിൽ കുറച്ചു കാലം കഴിയുമ്പോൾ മരം മൂത്ത് കഴിയുമ്പോൾ അതിൻ്റെ തൊലി പൊട്ടി വരികയാണെന്നുണ്ടെങ്കിൽ കൊടിയും താഴെ വീഴുമെന്നുള്ളതുകൊണ്ടായിരിക്കാം. പക്ഷേ എന്തായാലും ഞാനൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ മഹാഗണിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ കൂടുതൽ ആളുകൾ പൈപ്പിലും കൃഷി ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും പഴയ പോലെയല്ല ചൂട്. ഇപ്പോൾ ഒരു 5 കൊല്ലം മുന്നേ അല്ലെങ്കിൽ ഒരു 10 കൊല്ലം മുന്നേ വരെയൊക്കെയാണെന്നുണ്ടെങ്കിൽ വലിയ പരിപാലനം ഇല്ലെങ്കിലും കൊണ്ടു നടക്കാവുന്ന ഒന്നായിരുന്നു കുരുമുളക്. പക്ഷേ ഇന്ന് കാലാവസ്ഥ മാറി അങ്ങനെ നമുക്ക് കൊണ്ടു നടക്കാവുന്ന ഒരു ചെടിയല്ല. ഇപ്പോൾ നല്ല രീതിയിലുള്ള വളപ്രയോഗവും അതുപോലെ തന്നെ നല്ല രീതിയിൽ വെള്ളമൊക്കെ കൊടുക്കുകയാണെങ്കിൽ മാത്രമേ കുരുമുളക് ചെടി ഇപ്പോൾ പിടിച്ചു നിൽക്കുന്നുള്ളൂ ഈ ചൂടിലൊക്കെ. പരിപാലനം കുറവ് മതി, പരിപാലന ചെലവ് കുറവാണ് എന്നുള്ളതൊക്കെ ആയിരുന്നു നേരത്തെയൊക്കെ കുരുമുളക് കൃഷിയുടെ അഡ്വാൻറ്റേജ്. ഇപ്പോൾ പക്ഷേ അങ്ങനെയല്ല. തരക്കേടില്ലാത്ത രീതിയിലുള്ള പരിപാലനം ഉണ്ടെങ്കിൽ മാത്രമേ കുരുമുളക് കൃഷിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഈ ഒരു വേനൽക്കാലത്ത് കൊടി സംരക്ഷിക്കാൻ ഞാൻ ചെയ്തിട്ടുള്ള കുറച്ച് ടിപ്പുകൾ അല്ലെങ്കിൽ എങ്ങനെ സംരക്ഷിക്കാമെന്നുള്ളതാണ് ഞാനിവിടെ പറയുന്നത്. എനിക്ക് വിജയിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇതിലൂടെ പറയുന്നത് കേട്ടോ. ഞാനിപ്പോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ അടിയിലൊന്ന് പൊതയിട്ട് കൊടുക്കാറുണ്ട്. കരിയിലകൾ എല്ലാം കൂടി വെച്ചിട്ടാണ് ഇടുന്നത്. എനിക്ക് തൊട്ടടുത്ത പറമ്പിൽ റബ്ബർ കാടാണ്, അതുകൊണ്ട് തന്നെ കണ്ടമാനം റബ്ബറിൻ്റെ ഇലകളുണ്ടാവും. അപ്പോൾ ഞാൻ അതെല്ലാം കൂടി കൂട്ടിയെടുത്തിട്ട് ഇടാറുണ്ട്. പിന്നെ ഇങ്ങനെയുള്ള ഓല വെച്ചിട്ട് അതിനൊന്ന് മറച്ച് പിടിക്കുന്നുണ്ട്, അതായത് മറച്ചൊന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ ഒരെണ്ണം വെച്ചിട്ടുള്ളൂ. ഞാൻ കിട്ടുന്ന മുറയ്ക്കാണ്. അതായത് ഇനി അടുത്ത തെങ്ങ് തരാൻ വരുമ്പോൾ 1-2 ഓല അതേപോലെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, പച്ച ഓലയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു 2-3 സൈഡിലേക്ക് ആയിട്ട് നല്ല രീതിയിൽ ഉച്ചയ്ക്ക് ശേഷം കിട്ടുന്ന വെയിലുകളൊക്കെ ഒന്ന് കുറയ്ക്കാൻ പാകത്തിനാണ് ഞാനിപ്പോൾ ചെയ്തു വരുന്നത്. ഒരു 3 സൈഡിലോ അല്ലെങ്കിൽ 4 സൈഡിലോ ആയിട്ട് അതിനൊന്ന് കവർ ചെയ്തിട്ടൊന്ന് ഒരു കയറ് വെച്ച് കെട്ടുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് സംരക്ഷിക്കുന്നത്. പിന്നെ ചെയ്യുന്നത്, താഴെ കുത്തി ഇളക്കാറൊന്നുമില്ല. കാരണം ഞാൻ അതുപോലെ 1-2 എണ്ണം കഴിഞ്ഞ വർഷം ഇളക്കി കഴിഞ്ഞപ്പോൾ പിന്നീട് ആ കൊടി മൊത്തത്തിൽ കരിഞ്ഞു പോവുകയാണ് ചെയ്തത്. നമ്മൾ ഈ ദുരിതവാട്ടെന്നൊക്കെ കേട്ടില്ലേ എന്ന് പറഞ്ഞതുപോലെ ഒരുമിച്ച് എല്ലാം കൂടി വാടിപ്പോയിട്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ താഴെ ഇപ്പോൾ 2 വർഷമായി, ഒരു 1-1.5 വർഷമായിട്ട് ഞാനിപ്പോൾ താഴെ ഒന്നും ചെയ്യാറില്ല. അത് മണ്ണിളക്കാറോ അല്ലെങ്കിൽ വരമ്പ് കിളയ്ക്കാറോ ഒന്നും ചെയ്യാറില്ല. ഞാനിപ്പോൾ ചെയ്യുന്നത്, നമ്മുടെ സാധാരണ ചകിരിത്തൊണ്ടുണ്ടല്ലോ, അതിന് പുളി കൂടുതലാണെന്നൊക്കെ ആളുകൾ പറയാറുണ്ട്. അപ്പോൾ അത് ശരിയായിരിക്കാം. അപ്പോൾ ഞാൻ അതിപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൽ കുറച്ച് കുമ്മായം കലക്കിയിട്ട് ഒന്നുകിൽ കുമ്മായത്തിൽ മുക്കിയിട്ട് ഓരോ ചകിരിത്തൊണ്ടും വെച്ചിട്ട് ഒന്ന് ഉണക്കിയെടുക്കും. ഒന്ന് വെയിലത്ത് വെച്ചിട്ട് അത് അതിൽ പുത പോലെ ഇടാറുണ്ട്. അതും അല്ലെങ്കിൽ അതിൽ കുരുമുളക് വെറുതെ ഒന്ന് ഒഴിച്ചു കൊടുക്കാറുണ്ട്. നമ്മൾ ഈ കുമ്മായം നീറ്റിക്കൊക്കെ ഉണ്ടല്ലോ, നീറ്റിക്കൊക്കെ കലക്കിയിട്ട് ആ വെള്ളം ഈ പറയുന്ന ചകിരിയുടെ മുകളിൽ കൂടെ ഒഴിച്ചിട്ട്, ചകിരിത്തൊണ്ടിൻ്റെ മുകളിൽ കൂടെ ഒഴിച്ചിട്ട് അത് ഞാനിങ്ങനെ ചുറ്റും വെക്കാറുണ്ട്. ഇപ്പം അങ്ങനെയാണ് ചെയ്തു വരുന്നത്. അത് നല്ല രീതിയിൽ അതിന് ചുറ്റും ഒന്ന് കവർ ചെയ്യും. എന്നിട്ട് അതിൻ്റെ മുകളിൽ ബാക്കിയുള്ള കരിയിലയും എല്ലാ ബാക്കിയിരുന്ന നമ്മുടെ പറമ്പിൽ നിന്ന് കിട്ടുന്ന വേസ്റ്റുകളെല്ലാം കൂടി അതിൻ്റെ മുകളിൽ ഇട്ടിട്ടാണ് ഞാനിപ്പോൾ നോക്കുന്നത്. റബ്ബറിൻ്റെ ഇല മാത്രമൊന്നുമല്ല, ഞാൻ ഈ വാഴയുടെ അത്യാവശ്യം ചീഞ്ഞ ഇലകളും, അല്ലെങ്കിൽ വാഴ നമുക്കിപ്പോൾ ചീഞ്ഞു പോകുന്നതോ അല്ലെങ്കിൽ വാഴ കൊല വെട്ടിക്കഴിഞ്ഞാലുള്ള വേസ്റ്റുകളുണ്ടല്ലോ വാഴയുടെ, ബാക്കിയുള്ള എല്ലാം കൂടി ഞാൻ വെട്ടിക്കൂട്ടിയിട്ട് ഈ പറയുന്ന പോലെ ചെടികളുടെ ചോട്ടിൽ, എല്ലാത്തിൻ്റെ വേരിൻ്റെയൊക്കെ ചോട്ടിലിട്ട് ഇടാറുണ്ട്. പിന്നെ ഇലകളിൽ വേറെ ഇല തേക്കിൻ്റെ ഇലയൊക്കെ ഇടാറുണ്ട് കേട്ടോ. സാധാരണ ആരൊക്കെ പറഞ്ഞു കേട്ടോ തേക്കിൻ്റെ ഇലയൊന്നും ഇടാൻ പാടില്ല എന്നൊക്കെ. പക്ഷേ ഞാൻ തേക്കിൻ്റെ ഇലയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. തേക്കിൻ്റെ ഇലയൊക്കെ ഒന്ന് ഉണങ്ങിക്കഴിഞ്ഞാൽ പപ്പടം പൊടിയുന്നത് പോലെ ഒന്ന് പൊടിച്ചു കഴിഞ്ഞാൽ പൊടിഞ്ഞ് കിട്ടാറുണ്ട്. അത് വെറുതെ കൈ കൊണ്ട് തന്നെ ഒന്ന് പൊടിച്ചാലും മതി. അതോ അല്ലെങ്കിൽ അത് ഇട്ടതിന് ശേഷം വെറുതെ അതിൻ്റെ മുകളിലൊന്ന് ചവിട്ടിയാൽ തന്നെ അത് പൊടിഞ്ഞ് കിട്ടാറുണ്ട്. ഇല ഏറ്റവും ഈസി ആയിട്ട്, എൻ്റെ അനുഭവത്തിൽ എനിക്ക് ഏറ്റവും ഈസി ആയിട്ട് കമ്പോസ്റ്റ് ആവുന്നതോ അല്ലെങ്കിൽ പെട്ടെന്ന് പൊടിയായി പോകുന്നതോ തേക്കിൻ്റെ ഇലയാണ്. കാരണം അത് നല്ല രീതിയിൽ ഉണങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് പൊടിക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഞാനതിൻ്റെ ചോട്ടിൽ ഇട്ട് കൊടുക്കാറുണ്ട്. ഇനി ഇങ്ങനെ കരിയില കിട്ടാത്ത ആളുകൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വഴുതിനിങ്ങ, വെണ്ടയ്ക്ക, തക്കാളി ഇതിനൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു റോള് വൈക്കോലുണ്ടല്ലോ,
ഇപ്പോൾ ഈ കൊയ്ത്ത് കഴിഞ്ഞിട്ടുള്ള ആളുകളുടെ വീട്ടിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെ കിട്ടും. അതൊരു റോളിന് ഒരു 150 രൂപയൊക്കെ വരുന്നുള്ളൂ. അതൊരു റോള് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം കുറേ ക്വാണ്ടിറ്റി ഉണ്ടാവും. അതൊരു 2 പിടി 3 പിടി വെച്ചിട്ട് നമുക്ക് ഈ പറയുന്ന കൊടിയുടെ ചോട്ടിലൊക്കെ ഇടുകയാണെങ്കിൽ നന്നായിരിക്കും. കാരണം ഇപ്പോൾ ആളുകളൊക്കെ പൈപ്പിലാണ് കൃഷി ചെയ്യുന്നത്. പൈപ്പിലാണെന്നുണ്ടെങ്കിൽ തീരെ തണവോ ഒന്നും കിട്ടുന്നുണ്ടാവില്ല, ഒരു ഷെയ്ഡ് പോലും ഉണ്ടാവില്ല. അപ്പോൾ കൊടി ഒരു 2-3 കൊല്ലം എത്തുന്നത് വരെ ഒരു ചെറിയ രീതിയിലുള്ളൊരു തണുപ്പെങ്കിലും കിട്ടിയില്ലെങ്കിൽ, മണ്ണിൽ നല്ല രീതിയിലുള്ളൊരു നനവോ ഈർപ്പോ ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഈ പൈപ്പിൽ വെച്ചിട്ടുള്ള ആളുകൾക്കൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഇത്തരം അതായത് താങ്ങുകാലി മരം അല്ലാതെ പൈപ്പുകളോ അങ്ങനെ എന്തെങ്കിലും ഇതിലൊക്കെ അല്ലെങ്കിൽ പോസ്റ്റിലൊക്കെ പടർത്തിയിട്ടുള്ള ആളുകൾക്കൊക്കെ ആയിരിക്കും ഇനിയുള്ള വേനൽക്കാലത്ത് കുറച്ച് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവാൻ പോകുന്നത്. കാരണം ഡ്രിപ്പ് ഇറിഗേഷനൊക്കെ കൊടുക്കേണ്ടി വരും. അതുമല്ലാന്നുണ്ടെങ്കിൽ ഈ ചൂടിനെ പ്രതിരോധിക്കാനുള്ള ഒരു സാധ്യത കുറവായിരിക്കാം. കാരണം ഫസ്റ്റത്തെ ഒരു 2-3 ഇതിൻ്റെ ഗ്രോത്തിൻ്റെ ഒരു ഇനീഷ്യൽ 1-2 കൊല്ലത്തേക്കെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു 3 കൊല്ലത്തേക്കെങ്കിലും നല്ല രീതിയിൽ അതിന് തണുവും ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ കുരുമുളക് ചെടി നല്ല രീതിയിൽ തഴച്ചു വളരുള്ളൂ. കാരണം അത്രയും പൊക്കത്തിലേക്ക് ഒരു 10-12 അടി 15 അടി വരെയൊക്കെ ആയിട്ട് ലിമിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നല്ല കരുത്തോടെ വളരണമെന്നുണ്ടെങ്കിൽ താഴെ ഈ പറയുന്ന പോലെ നല്ല രീതിയിലുള്ള നനവ്, പൊത, അതുപോലെ നമുക്ക് ഈ പറയുന്ന പോലെ നല്ല രീതിയിലുള്ള വളങ്ങൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ പറ്റുള്ളൂ. അതുപോലെ ഫോളിയാർ സ്പ്രേ ഒക്കെ ചെയ്ത് ഞാനിപ്പോൾ എൻ്റെ കൊടിയിലൊക്കെ ഫോളിയാർ സ്പ്രേ ആണ് ഞാനിപ്പോൾ ചെയ്ത് കൊടുക്കുന്നത്. അത് നല്ല രീതിയിലുള്ള റിസൾട്ട് തരുന്നുണ്ട്. പിന്നെ ചാണകപ്പൊടി അടിയിൽ ഇട്ട് കൊടുക്കാറുണ്ട്. ഇതിന് പ്രത്യേകിച്ച് രാസവളങ്ങളൊന്നും കൊടുക്കാറില്ല. ഞാൻ ബാക്കി എൻ്റെ ഫ്രൂട്ട്സ് പ്ലാന്റുകൾക്ക് ഞാൻ ചെറിയ രീതിയിലുള്ള രാസവളം ചെയ്യാറുണ്ട്. രാസവളങ്ങളൊക്കെ അത്യാവശ്യം കൊടുക്കാറുണ്ട്. ഫോളിയാർ അതിനും കൊടുക്കാറുണ്ട്. പക്ഷേ ഞാൻ ഫോളിയാർ ആപ്ലിക്കേഷനാണ് കൂടുതലായിട്ടും എൻ്റെ കുരുമുളക് കൊടികൾക്കൊക്കെ ചെയ്യുന്നത്. അതിൽ തന്നെ എനിക്ക് ഏറ്റവും സക്സസ് ആയിട്ട് പോകുന്നത് പന്നിയൂർ 1 പന്നിയൂർ 5 ഒക്കെയാണ്. കാരണം ഇതിപ്പോൾ ഒരു മഴക്കാലമൊക്കെ കഴിയുമ്പോൾ, ഈ വേനൽക്കാലത്ത് എനിക്ക് ചുറ്റും മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും പാലക്കാടിലത്തെ ഒരു ചൂടിലിത് കൊടി ഭയങ്കരമായിട്ട് ക്ഷീണിക്കുന്നുണ്ട്. ഭയങ്കരമായിട്ട് വൈകിട്ടാകുമ്പോഴേക്കും പറഞ്ഞിട്ടിപ്പോൾ മാർച്ച് 1 ആവുന്നേ ഉള്ളൂ, മാർച്ച് 1-2 ആയിട്ടേ ഉള്ളൂ. പക്ഷേ ഈ ചൂടിലത് പ്രതിരോധിക്കാൻ ഭയങ്കരമായിട്ട് പാട് കാണിക്കുന്നുണ്ട്. ഇത്രയും ഒരു 2-3 വർഷത്തെ വളർച്ചയെത്തിയ ചെടികൾ പോലും ഭയങ്കരമായിട്ട് ക്ഷീണിച്ച് പോകുന്നുണ്ട് മാർച്ച് മാസത്തിൽ ഈ ചൂടിൽ. അപ്പോൾ ഇനി അങ്ങോട്ട് ഏപ്രിൽ കിടക്കുന്നുണ്ട്. അതുപോലെ മെയ് പകുതിയെങ്കിലും അറ്റ്ലീസ്റ്റ് മെയ് ലാസ്റ്റ് വരെയെങ്കിലും നമുക്ക് ഈ വേനലുണ്ടാവും. അപ്പോൾ ഇനി ഒരു 1.5-2 മാസത്തോളം ഇത് പ്രതിരോധിച്ച് നിൽക്കണം ഈ ചെടി. അപ്പോൾ ഇത്തരത്തിലുള്ള സംരക്ഷണങ്ങളൊക്കെ കൊടുത്താൽ മാത്രമേ ഇത് മുന്നോട്ട് പോവുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ എൻ്റെ ചെടികൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ.